5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിലയിരുത്തി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ്. 5 വർഷത്തെ വികസന നേട്ടങ്ങളാണ് വികസന സദസ്സിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭോജനശാലയിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർക്കാർ 2025 മെയ്യിലാണ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളോട് നമുക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ചെയ്തിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു വേദിയാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ. ഇതുവരെ ഒരു സർക്കാരും ഇത്തരമൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചതായിട്ട് അറിയില്ല. നമുക്ക് ധൈര്യപൂർവ്വം ജനങ്ങളെ മുന്നിൽ പറയാൻ ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാരുണ്ടപ്പോൾ, അതേപോലെ ഒരു ഇച്ഛാശക്തിയോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങളും അവരുടെ വികസന പ്രവർത്തനങ്ങൾ തുറന്നു പറയാൻ ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരണം എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷെ നമ്മുടെ ഭരണസമിതി എന്തുകൊണ്ടോ അത് ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് സാധാരണ നമ്മളെല്ലാവരും ചിന്തിക്കുക. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ സദസ്സിൽ പ്രദർശിപ്പിച്ചു. തുടർന്ന് വികസന സദസ്സ് ജില്ലാതല നോഡൽ ഓഫീസർ PN വിനോദ് കുമാർ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KB രാജലക്ഷ്മി പഞ്ചായത്തിലെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ടും അവതരിപ്പിച്ചു. റോഡുകൾ, തെരുവ് വിളക്കുകൾ ഉൾപ്പെടെ പശ്ചാത്തല മേഖലയിൽ 10.27 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും കൃഷി ഉൾപ്പെടെയുള്ള ഉൽപാദന മേഖലകളിൽ 5.36 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമാണ് ഈ ഭരണകാലയളവിൽ പഞ്ചായത്ത് നടപ്പാക്കിയത്. സംസ്ഥാന സർക്കാരും ഗ്രാമപഞ്ചായത്തും നടത്തിയ വികസന നേട്ടങ്ങളും പോരായ്മകളും വരുംകാല വികസന ആശയങ്ങളും സദസ്സിൽ ചർച്ച ചെയ്തു. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രദർശനവും സ്മാർട്ട് സേവനങ്ങളും വികസന സദസ്സിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിൽ അധ്യക്ഷയായി. മെമ്പർമാരായ KB പ്രജിത്ത, PC പ്രഹ്ലാദൻ, പ്രിയലത പ്രസാദ്, സുനിത ജിനു, PS വനജ, നസീജ മുത്തലിഫ്, ശ്രുതി വിജിൽ, ജൂനിയർ സൂപ്രണ്ട് PS സിന്ധു എന്നിവർ സംസാരിച്ചു.